ഉമ്മ അത്രയും കരഞ്ഞ് കാണണമെന്ന് പറഞ്ഞാണ് ഉമ്മനെ എത്ര ദൂരം നീ അടുത്ത് വിളിച്ചു കൊടുക്കുന്നത്. അവൻ വന്നില്ല എന്നെ കാണാൻ. അതെ, നമുക്ക് ഈ പൊരുത്തമില്ലാത്ത കാശുണ്ടാവും. അതാണ് പഠിച്ചത് നമുക്കൊക്കെ ഇങ്ങനെ ഓരോ നമുക്ക് തരുന്നത്. നിന്നെ ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് പോകാന്നിട്ട് വന്നതാ. പുതിയ അടവായിട്ട് ഇറങ്ങിയതാവൂലേ? 2 മക്കളാണ് ഉമ്മയുടെ സ്വത്ത്, അല്ലാണ്ട് എനിക്ക് പണമല്ല മക്കളെ സ്വത്ത്. ഇത്രയും പൈസ എനിക്ക് എന്തിനാ? ഈ കാശ് കൊണ്ട് ഒരു വീട് വാങ്ങാൻ നോക്കാം. ആ വീട് ഒരു 3-4 വീട് എൻ്റെ അറിവിലുണ്ട് ഇപ്പോൾ. അമ്മ വായോ വായോ. എനിക്ക് ഈ വീട് ഇഷ്ടമായതാ. 65 ലക്ഷം. അതൊരു കാരണവശാലും ആ റൂം തുറക്കരുത്. അതേക്ക എനിക്ക് ഈ ആത്മാവ് പിശാചി എനിക്ക് അതിനോട് വലിയ വിശ്വാസം കാര്യങ്ങളൊന്നുമില്ല. അതെ, 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ താമസം മാറാം. പിന്നെ എന്താ ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞില്ലേ? ഉമ്മ ശ്രദ്ധിച്ച് നോക്കിയിരിക്കട്ടാ. ഞാൻ ഇരുട്ടാന്ന് വരുമ്പോ വേറെ വരാം. ആ വീട്ടിൽ ആള് താമസമില്ലാത്തല്ലേ? അയ്യോ, എന്തത് ആരാ ഇവിടെ ഇരിക്കുന്നത്? മക പേടിയാണ് മനനി വരാൻ നോക്കടാ. ഇതെന്താ പുതിയ സൗണ്ട്? അതത്ര നല്ല വീടൊന്നും അല്ല. അതിനെ പറ്റി കഥകളോ എന്തെങ്കിലും നിനക്ക് അറിയോ? ഒരു ബിംബം ഇങ്ങനെ ചെലു നിറങ്ങി വരുന്ന പോലെ. ഓരോ അന്ധവിശ്വാസങ്ങൾ. ഉമ്മ നടന്നിങ്ങട് ഹോസ്പിറ്റലിൽ കാണിച്ച കാണുന്ന പ്രശ്നമുള്ളൂ. ഞാൻ പറയണോന്ന് കേക്കട മോനെ. അവനൊന്നും വരില്ല, അവൻ വേറെ പേടിത്തൊണ്ടനാണ്. ഉമ്മ നടന്നിങ്ങട്. എൻ്റെ വീട്ടിൽ എന്നമോ ആപത്തിരിക്ക്. ആപത്ത് ആപത്ത് ആപത്ത്. ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് മനസ്സമാനത്തിൽ നിങ്ങൾ ജീവിക്കുന്നത്. ഇനി എന്തിനാ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത് ആവശ്യമില്ലാണ്ട്? ഇവിടെ നിന്നൊന്നും ഇല്ല. ഉമ്മ നടന്നിങ്ങട്. ഉമ്മക്ക് ഓരോ തോന്നിയതാവും. അതാരാ അവിടെ ഒരു രൂപം പോലെ ഒരാൾ പോലെ നിൽക്കുന്നുണ്ടല്ലോ. ഉമ്മ എന്താ ഇവിടെ പുറത്ത് നിൽക്കണേ? നിങ്ങൾ ഈ പാതിരാത്രി ഇവിടെ നിന്ന് കരയാൻ നിൽക്കണെന്തിനാ? ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉമ്മ എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങണ്ടായിരുന്നല്ലോ. ഉമ്മയോട് പറഞ്ഞേ ഈ വാതിൽ തുറക്കണ്ടെന്നല്ലടാ പറഞ്ഞത്. എന്തിനാ നിങ്ങളെയാണ് ഞങ്ങൾ ശല്യപ്പെടുത്തണത്? നിങ്ങൾക്ക് എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞ് തീർക്കുകയാണ്. എൻ്റെ വീടാണത്. എനിക്കൊരു മോനുണ്ട്. പിന്നെ ഉമ്മാന്റെ കാര്യം നോക്കണം. മരുന്ന് തരണം. ഞാൻ എന്തൊക്കെയാ ചെയ്യുക? എനിക്ക് ജീവനോടത്തോളം എൻ്റെ ഉമ്മാനെ പൊന്നു പോലെ ഞാൻ നോക്കാം. പൊട്ട മണം എന്തോരം പറഞ്ഞാലും എനിക്ക് മരുന്നിന്റെ മൂത്രത്തിന് എന്തൊക്കെയൊക്കെയോ മണം വരുന്നുണ്ട്. അതിന് മാത്രമേ ഉള്ളൂ തെറ്റ്. ഞാൻ എന്താ ചെയ്ത് നിങ്ങളോട്? ഈ എപ്പോ നോക്കിയാലും ഉമ്മ ഉമ്മാന്റെ ഇവിടെ നിന്നോട്ടാ. ഉമ്മാൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ എനിക്ക് ദേഷ്യമില്ലാന്ന് വിചാരം ഉമ്മാക്ക്? അവരെന്ത് പറഞ്ഞാലും നീയൊന്നും കാതോക്കണ്ട. നീ ഉണ്ടാകുന്നത് ബാക്കിയുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുത്തോളാം. എന്റെ സമ്മതം ആർക്ക് വേണ്ട. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലടാ. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ സന്തോഷമായിട്ട് ഒരിക്കലും നിങ്ങൾ ജീവിക്കൂല. എന്നെ ശ്രമിക്കാൻ നീ ആരും. അതിന്റെ പേരിൽ കുറെ സ്വത്തുക്കളുണ്ട്. പിന്നെ ഈ വീടടക്കം അതിന്റെ പേരില്ല. വെട്ടുകാരാജാന്റെ മോളാ. എന്നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അടക്കറിയില്ല. ഈ വാടാ ഇങ്ങോട്ട് വാ. ഉമ്മയും വരണം മോനെ. ഉമ്മാനെയും കൂടെ കൊണ്ടുപോവാ. എന്നെ തല്ലി എന്നെ ചവിട്ടൊക്കെ ചെയ്തിട്ട് ഇറങ്ങി പോടാന്ന് പറഞ്ഞപ്പോ സങ്കടം കൊണ്ട് പോയതാണമ്മ. മരിക്കാനാ തോന്നുന്നു. എൻ്റെ ഉമ്മാനെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. പൊന്നു പോലെ നോക്കൂ. ഞാൻ നോക്കോ. ഓ, എന്താ കിടക്കണൊക്കെ ഡപ്പ്. ഫുള്ളാ ഫാൻ ഇട്ടിട്ട് വരുന്ന ദേഷ്യത്തിന് ഇപ്പൊ നല്ല പാകാണ്. അടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത്. അവൻ നോക്കിയിട്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതെ അതെ. ഇല്ലല്ലേ, നോക്കിയിട്ട് പറയാൻ പറ്റും. എന്ത് ഇവിടെ ഇരിക്കുന്നേ? ഒന്നില്ല അഫ്സലേ, വെറുതെ ഇരിക്കുക. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കിടന്നത്. എന്ത് നീ ഇവിടെ കിടന്നതാ? അതെന്താ നീ ഇവിടെ നിന്ന് കിടക്കുന്നേ? അത് വീട്ടിലെടുക്കാത്തെന്താ? ഒന്നുമില്ലടാ, ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വീട്ടില്. അവസാനം ഉപ്പ വീട്ടിൽ നിന്ന് ഇറക്കി കിട്ടും.
അല്ലടാ അപ്പൊ ഇന്നലെ എന്താ നോക്കിയപ്പോ നിനക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അവിടെ. അതുകൊണ്ടല്ല ഞാൻ കളിക്കാൻ വിളിച്ചേ. അതിന്റെ ഉമ്മയോ? ഉമ്മയാ? അതാണടാ എനിക്ക് ഏറ്റവും വലിയ വിഷമം. അപ്പോൾ അവൻ എന്തെങ്കിലും കഴിച്ചോ, മരുന്ന് കഴിച്ചോ എന്നൊന്നും എനിക്കറിയില്ലടാ. ഇന്നലെ രാത്രി ഞാൻ പുറത്തേക്ക് വന്നതാ. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്ത് ഹെൽപ്പടാ? നീ പറയേ. എന്താണെങ്കിലും കുഴപ്പമില്ല, നീ പറഞ്ഞോ. നിനക്കൊന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? എൻ്റെ ഉമ്മാനൊന്ന് കാണുകയെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും സമാധാനം. അപ്പം മരുന്ന് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഒന്നും എനിക്കറിയില്ല. അതറിഞ്ഞാൽ തന്നെ ഒരു സമാധാനം ഉണ്ടാ. ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നിനക്കൊന്ന്? അതിനിപ്പോൾ എന്താടാ, ഞാൻ വീട്ടിലേക്ക് ആ വഴിക്കല്ലേ പോണത്. ഞാൻ എന്തായാലും പോയി കയറി അന്വേഷിക്കാം കേട്ടാ. ഉമ്മാടത്ത് എന്തായാലും നോക്കിയിട്ട് എന്താ വേണ്ടത് ഞാൻ ചെയ്തുകൊണ്ട്. നീ അതിന് ടെൻഷൻ ആവണ്ട കേട്ടാ. അല്ല, എന്ത് ഇത്ര നേരമായിട്ട് എടുക്കാത്തത്? സമയം 11:30 അനക്കൊന്നുമില്ലല്ലോ, കിടന്നുറങ്ങാ. ആ എനിക്കങ്ങനെ അറിയാം. ആ ഇന്നലെ മോനെ ഇറക്കി വിട്ടില്ലേ, ആ ദേഷ്യത്തിൽ വാശി പിടിച്ച് കിടക്കാവും. കിടക്കട്ടെ അവിടെ. തട്ടിപ്പോയി നമുക്ക് പണി കുറഞ്ഞെന്നാ വിചാരിച്ച് ആ ഫാൻ ഓഫാക്കി വെച്ചുകൊണ്ട് വന്ന്. ഈയേ ആട്ട അട്ടപ്പാവൂടി ഉറക്കം കണ്ട് അടുപ്പിൽ വെച്ച് കിടക്കുന്നതാ. നീ ഭക്ഷണമൊന്നും കൊടുക്കാൻ നിൽക്കണ്ട കൊണ്ടുപോയിട്ട്. ഇക്ക ആ ആ അപ്സല, എന്ത് ഈ വഴിക്കൊന്നും കാണാത്തത്? ഇക്ക ഞാനിവിടെ ഉണ്ട്. കുറച്ച് പണി തിരക്കും കാര്യമൊക്കെ ഉണ്ട്, നീ വഴിക്ക് കാണാത്തത്. അല്ല ഇതാരാ ഇത്താ? ആ അതാ രണ്ടാമതൊരു കല്യാണം കൂടെ കഴിക്കണ്ട വന്നു മോനെ. എനിക്കറിയാലോ ഇവിടുത്തെ അവസ്ഥയൊക്കെ. രണ്ടാമത് കല്യാണം വെച്ചതാ? അല്ല അപ്പൊ ഷെഫീഖിന്റെ ഉമ്മയോ? ആ എനിക്കറിയാലോ, തളർവാദം പിടിച്ചാൽ എന്തോരം കാശ് ചിലവാക്കിയുള്ള മട്ടി എൻ്റെ കയ്യിലുള്ള കാശൊക്കെ കാര്യമായി. അപ്പം ഞാൻ അതിനെയും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ആൾ വേണ്ട വേറെ നോക്കാൻ. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ഒരു കല്യാണത്തിന് കഴിച്ചു വന്നാൽ അതിന് ഫുഡ് കൊടുക്കാനൊക്കെ ഒരു സഹായത്തിന് ആളായിട്ട് വെച്ചിട്ട് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഷെഫീഖിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ, പിന്നെ ഉമ്മാനെ പിന്നെ നോക്കാനും ഉമ്മാനെ മരുന്ന് കഴിച്ചു എന്നൊക്കെ അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞയച്ചത്. എന്താ അവൻ ആകെ ടെൻഷൻ അടിച്ച് ആകെ ബേജാറിലുള്ളത്. ഞാൻ അതാ പിന്നെ കാണാൻ വന്നത്, എന്തായതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓഹോ, അവൻ ആൾ വെച്ചിട്ട് നിന്നെ പറഞ്ഞയച്ചെന്ന് അന്വേഷിക്കല്ലേ? അവൻ്റെ കാര്യം ഇവിടെ പറയാൻ നിൽക്കണ്ട കേട്ടാ. ഞാൻ നീ തന്നെ വന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ വിശേഷങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ വർത്തമാനം പറയും. അവൻ്റെ കാര്യം ഇങ്ങോട്ട് വരണ്ട, നീ പോയ മോനെ. ഇത് ആവശ്യമില്ലാതെ നിൽക്കണ്ട. എന്തിനൊക്കെ ഇങ്ങനെയൊക്കെ? നിങ്ങളൊക്കെ ഈ കുടുംബം എത്ര നല്ലപോലെ ജീവിച്ചിരുന്ന ആൾക്കാരാ, എത്ര നല്ല സ്നേഹമുള്ള എത്തിയാന്ന് അറിയാം ഇക്കത്തൊക്കെ. എന്നാലും എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ? എന്നാലും ഷെഫീഖിനോട് നിങ്ങൾ ചെയ്യേണ്ടതെന്നില്ല കേട്ടോ ഒരിക്കലും. എന്നാലും നിങ്ങളുടെ മോനല്ലേ ഷെഫീഖ്, എന്നാലും നിങ്ങൾ കഴുത്തൊന്നും പിടിച്ച് ഇങ്ങോട്ട് തള്ളി വിടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവനിപ്പോൾ ഇവിടെ കിടക്കണമെന്ന് അറിയും നിങ്ങൾ. അതേ, നീ ആദ്യം ഭർത്താവെന്ന് പറയണ്ട, അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പറയണ്ട. നീ ഉണ്ടായിരുന്നില്ല ഇവിടെ പ്രശ്നം നടക്കുമ്പോൾ ഇല്ലേ? അവൻ്റെ ഓരോ കാര്യങ്ങൾ അവനോട് ചോദിച്ചറിഞ്ഞിട്ട് നീ ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നീ പോയ അവിടെ നിന്ന്. നിന്നോട് വർത്താനം എനിക്ക് താല്പര്യമില്ല. ചെല്ലേ അവനോട് പറയേ, ഒരാളെയും പറഞ്ഞാൽ ഇവിടെ കാര്യമില്ല എന്ന് പറയും കേട്ടോ. ഞാൻ പോവുക തന്നെയാ. ഞാൻ പറയേണ്ടത് പറഞ്ഞു തന്നെ ഉള്ളൂ. അവൻ്റെ ശാപം എവിടെ കൊണ്ട് തീർക്കാണോ ഇതൊക്കെ? അല്ല, ഏതേ ചെക്കൻ്റെ വർത്താനം പറയണമുണ്ടല്ലോ, പിന്നെ ഞാൻ വല്ലത് പറഞ്ഞാൽ കൂടിപ്പോവും. ഇപ്പം തന്നെ ഉണ്ടാന്ന് വെച്ചിട്ടാ എല്ലാവർക്ക് മൂന്ന ചെത്ത് വരണം കൊടുക്കാനാ തോന്നി വർത്താനം പറ. അവൻ ശാപം എവിടെ കൊണ്ട് തീർക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ. നിങ്ങൾ എന്താ വരുന്നവരൊക്കെ ഇങ്ങനെ ശാപം പെടുന്നത്? ആ ഉള്ളിൽ ഉള്ളതും അങ്ങനെ പോകും ഇങ്ങനെ പോകും എന്നൊക്കെ പറയുക. അപ്പം ആ ചെക്കനും പറയണിങ്ങനെ. നിങ്ങൾക്ക് പറയാനൊന്നുമില്ല നാവ്? അതെ, ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. അത് സേഫിക്കിൻ്റെ കൂട്ടുകാരൻ അവ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചതാ. മനസ്സിലായില്ലേ? അവൻ ശാപിട്ടാൽ നമുക്ക് കേൾക്കുമോ? ഒന്നുമില്ല, ഒക്കെ വെറുതെ. വയറൊക്കെ വിശന്നിട്ട് വയ്യ എനിക്ക്. സമയമാണെങ്കിൽ ഇത്രയായല്ലോ, മരുന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ആരും ഭക്ഷണം ഒന്നും തരുന്നില്ലല്ലോ പഠിച്ചോനെ. ആരെങ്കിലും ഇത്തിരി ഭക്ഷണം കണ്ട് തരുമോ? കേൾക്കണ്ടോ ഞാൻ വിളിക്കണത്? പഠിച്ചോനെ, എനിക്ക് വയറൊക്കെ കടയുന്നു. എനിക്ക് തോന്നുന്നുണ്ട്. ചോയ ചോറ് പറഞ്ഞിട്ട് ഞാനെന്താ ഇവിടുത്തെ വേലക്കാരിയാണ് ഒക്കെ ചോദിച്ചിട്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചതിൻ്റെ അത്തോടെ സല്ലി ഞാൻ ഒരുക്കി കൊടുക്കാം. ചോറ് ഞാൻ ഇവിടുത്തെ പണിക്കാരി എന്നാണ് വിചാരം. അത്തോടെ കഴിഞ്ഞു. അതെ, വിശക്കണ പറഞ്ഞിട്ടേ വിളിച്ചാൽ പെട്ടെന്നാകാനും ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. അടുപ്പിൽ വെന്തിട്ട് തന്നെ വേണം. തൽക്കാലം ഇതേ വെള്ളം കുടിക്കും.
ഇത് ഈ വെള്ളം കുടിച്ചിട്ടൊക്കെ തല കയറണം, ശരീരമൊക്കെ കഴിയുണ്ടല്ലോ. എന്തിട്ട് ഉപ്പയാടാ നിന്റെ ഉപ്പ? എന്ത് സ്വഭാവമാടാ നിന്റെ ഉപ്പാക്ക്? ഇപ്പം അവൻ്റെ സ്വഭാവം നീ ഒന്ന് അങ്ങോട്ട് ചെന്നപ്പോഴല്ലേ മനസ്സിലായത്. എനിക്കേ ആ വീട് നരകടാ. ഇത്രയും വർഷം അതിൻ്റെ ഉള്ളിൽ നിന്നതേ എൻ്റെ ഉമ്മാനെ ആലോചിച്ച് മാത്രമാണ്. പടി ഇറക്കി വിടുമ്പോഴും എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ അവിടെ ഒറ്റയ്ക്കെന്ന് മാത്രമേ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. എന്തായി നീ പോയ കാര്യം? പോയ കാര്യം പറയണ്ട മോനെ, എന്ത് മനുഷ്യനാണത്, കണ്ണീ ചോയില്ലാത്ത മനുഷ്യൻ. അതേ അവിടെ കെട്ടി കൊടുത്തിട്ടില്ലേ ഇപ്പൊ ഒരു പുതിയൊരു താത്താനെ, ഏതാ പറച്ചല്. എൻ്റെ ഉമ്മാനെ ഫുള്ളും കുറ്റം പറയാ. എന്നിട്ട് മറ്റേനുണ്ട്, എനിക്ക് അറിയാൻ പാടില്ല എന്ത് സ്വഭാവം എന്നറിയാം. എൻ്റെ ഒക്കെ ഇതൊക്കെ എവിടെ നിലന്നു പോലടാ ഈ സ്വഭാവം ഒന്നും. എൻ്റെ ഉമ്മയെ ആ കുടുംബത്തിൽ കിടന്നിട്ട് എത്ര കണ്ണീര് കുടിക്കണ്ടെന്ന് അറിയാം നിനക്ക്. എന്താ ചെയ്യുക, ഇപ്പം എൻ്റെ ഉമ്മ അവിടെ ഒറ്റയ്ക്കായി. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇന്നലെ അവിടെ കിടന്നുറങ്ങി, ഇന്ന് നോക്കിയേ ഈ സമയമായി. ഞാൻ എന്താ ചെയ്യുക? അതേ ഇയൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് കേട്ടാ മതി. വരുന്ന വഴിക്കേ എൻ്റെ ഉമ്മാനും ഉപ്പാട് ഞാൻ കണ്ട്, ഞാൻ കാര്യങ്ങളാണ് സംസാരിച്ച്. നമ്മുടെ വീടിൻ്റെ മുകളിലേ റൂമുണ്ടാ, അത് വെറുതെ ഇരിക്കുക, ആരും യൂസ് ചെയ്യുന്നില്ല, ഒന്നുമില്ലല്ലോ. ഈ ഒരു കാര്യം കേട്ടറാ, ഉമ്മാനെ വിളിച്ചു കൊടുത്തിട്ടേ അവിടെയാണ് താമസിക്കുക. അവിടെ ആണെങ്കിലേ ആരും നിന്നെ ചോദിക്കാൻ വരില്ല, നിനക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം അവിടെ. നീ സത്യമാണോ പറയണത്? അങ്ങനെയാണെങ്കിൽ ഞാനും ഉമ്മാനെ കൂട്ടിയിട്ട് നേരെ അങ്ങോട്ട് വരട്ടെ? ഓ, ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. വാടക വീട് എവിടെ അന്വേഷിക്കും, എങ്ങനെ അങ്ങോട്ട് പോവുക? എൻ്റെ ഇലാണെങ്കിലും അത്ര പൈസയും ഇല്ല. നീയില്ലേ പറഞ്ഞെനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നാലോ? ആടാ നീ ഇപ്പം തന്നെ കൂട്ടിയിട്ട് പോയോ, നീ നാളേക്കാവ് നിൽക്കണ്ട, അതല്ലേ ഒന്നുകൂടി നല്ലത്. ഇതിന് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ലടാ. ഞാനൊന്ന് ഉമ്മാനും കൂട്ടിയിട്ടേ വേഗം അങ്ങോട്ട് വരാം ട്ടാ. ഈ ടോർച്ച് ഇങ്ങടിക്കുന്നു, നേരെ ഇങ്ങടിക്കുന്നു കണ്ടിട്ടോ. അതെ ഒന്ന് വേഗം കുളിക്കുക, ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാവും കേട്ടാ. നിങ്ങൾ പറഞ്ഞ പോലെ ജയിലിൽ പോയി കിടക്കേണ്ട വരും. നീ ഇതിലേക്ക് നോക്കിയേ, ഇപ്പം അരക്കപ്പായിട്ടുണ്ട്, ഇത് മതിയൂല്ലേ? അരക്കപ്പം ആണെങ്കിലേ മതിയാക്കി, അത് മതി. ആരെങ്കിലും ഇനിയിപ്പോൾ രാത്രി നേരമാണ്, പെട്ടെന്ന് സൗണ്ട് കേട്ടാൽ എന്താ പറ്റും നോക്കാൻ വരും, പിന്നെ കുടുങ്ങും രണ്ടാളും. അതെ നോക്കിയേ, സ്വത്തൊക്കെ ഉള്ളത് ഉറപ്പല്ലേ? ഇനി ഇതൊക്കെ ചെയ്തും കണ്ട് ലാസ്റ്റ് ഒന്നുമില്ലാന്ന് പറയുന്നിട്ടാ. സ്വത്ത് ഇഷ്ടത്തിന് സ്വത്താ എൻ്റെ കയ്യിൽ. ഈ വീടും പറമ്പ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ പൈസ, ഇതൊക്കെ തെളിവുണ്ട്, കാശുണ്ട്. അതല്ലേ ഈ ഒന്നും കൂടി പേടിക്കണ്ട. ഇതിൻ്റെ കുറ്റക്കാലം ഒക്കെ നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള കാശ് അതിലുണ്ട്, മര്യാദ ഉണ്ട്. കാര്യം ചെയ്യാം, ഇത് മതിയാക്കാം നമുക്ക്. ആരെങ്കിലും വരുന്നുണ്ടല്ലേ, വേഗം പിടിച്ചു കൊണ്ടിട്ട് റെഡിയാക്കാം. വാ. എൻ്റെ ഉമ്മക്ക് എന്തായാലും സന്തോഷമാവും. ഇനി പോയിട്ട് വേണം സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ. പാവം. ആ സോപ്പെടുത്തെ ചളി, ഭയങ്കര ചളിയുടെ മണം. എടുക്ക്. അതേ കൊണ്ടുവരാന്ന് സോപ്പ്. കോളിംഗ് ആരടിക്കുന്നത് നീ നോക്കിയേ, എൻ്റെ കയ്യിലൊക്കെ വെള്ളം. കോളിംഗ് ബില്ലടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കണേ? കോളിംഗ് ബില്ലടിച്ചാൽ നിങ്ങൾ തന്നെ ഈ പേടിയിൽ കാണിച്ചു കൊടുക്കുമോ? നീ ചെന്നൊന്ന് നോക്ക് ആരാന്ന്. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് പേടിക്കണേ? എൻ്റെ ഉമ്മ എവിടെ? എൻ്റെ ഉമ്മാനെ ഒന്ന് കാണാനും എൻ്റെ ഉമ്മാനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാനും വന്നതാ. ഉമ്മാനെയാ? ഒരു മിനിറ്റ് നിൽക്ക്. നിങ്ങളെ മോൻ വന്നിരിക്കണ, ഉമ്മാനെ കൊണ്ടുപോകാൻ വന്നാണെന്ന്. എവിടെ എൻ്റെ ഉമ്മ? എൻ്റെ ഉമ്മാനെ കൊണ്ടുപോകാനാണെന്ന്. അവനെന്താ ഈ നേരത്തെ ഇപ്പോൾ വന്നത്? ഷോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താ ഞാൻ പറയുക? അതെ, നിങ്ങളുടെ ഈ വിറയിൽ കണ്ടാൽ തന്നെ ചക്കൻ കണ്ടുപിടിക്കും. നിങ്ങളെന്തിനു പേടിക്കണേ? അതെ, അവൻ വന്ന് ചോദിച്ചാൽ എന്താ പറയാന്നറിയോ? ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നിൻ്റെ ഉമ്മാനെ കയറ്റി വിട്ടിക്ക്, നിൻ്റെ അടുത്തേക്ക് പറഞ്ഞാച്ച് നിൻ്റെ ഉമ്മ പോയതാണെന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ വെപ്പപ്പ കാണിക്കേണ്ട അവിടെ പോയിട്ട്. നീ അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല.
വേറെ ആളുടെ കൂടെ ഓട്ടോറിൽ കയറ്റി വിട്ട് പറഞ്ഞാൽ എവിടെ പോയി എന്ന് വിശ്വസിക്കുക? വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറയണം. ഒന്നിലെ അവനെ മോനെ അന്വേഷിച്ചിട്ട് വന്നിട്ട് ഒരാൾ വന്ന് വിളിച്ചു കൊണ്ടുപോയിന്നോ അങ്ങനെ എന്തെങ്കിലും പറയണ്ടേ? അല്ല ഈ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, പോവില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ വെള്ളത്തിലാവും. നിങ്ങൾ ചെന്ന് വല്ലതും പറയിച്ചല്ലേ, പേടിക്കാണ്ട് പറയിച്ചല്ലേ. അച്ചക്കൻ അവിടെ നിൽക്കണ എന്താ ഞാൻ പറയപ്പോ പേടിക്കണ്ട. ഇല്ല, എന്താണ് ഈ നേരത്ത്? എന്താ നീ ഇവിടെ? എന്താ നീക്ക് വേണ്ട? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനോ പ്രശ്നത്തിനോ വന്നതല്ല. എന്തൊക്കെ ഉപ്പ കാണിച്ചു കൂട്ടിന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതൊന്നും എൻ്റെ കണക്കിലെടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചുകൊണ്ട് വന്നതാ. ഉമ്മ എവിടെ? ഉമ്മയാ? ഉമ്മ ഇവിടെ ഇല്ലല്ലോ. ഉമ്മ കാലത്ത് തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ട് നീയാണ് വിളിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആളൊന്നും വിളിച്ചോണ്ട് പോയല്ലോ. ഉമ്മ ഇവിടെ ഇല്ലല്ലോ. ഇനിയിപ്പോൾ നിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്തെങ്കിൽ പോയിട്ടുണ്ടാവും. അവിടെ അന്വേഷിക്ക് പോയിട്ട് ഇവിടെ ഒന്നുമില്ല. വെറുതെ ഇവിടെ ഈ നേരത്ത് വന്നിട്ട് മനുഷ്യന്മാരെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയാൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവും, വീട്ടിലുണ്ടാവും. അവിടെ കൂട്ടുകാരുടെ വീട്ടിൽ അവിടേക്കും പോയിട്ടുണ്ടാവും. അവിടെ ഇപ്പോൾ അന്വേഷിക്കില്ലേ? എന്ത് വർത്താനാണ് നിങ്ങൾ പറയണത്? എൻ്റെ ഉമ്മ എവിടേക്ക് പോയി എന്നാ പറയണത്? എൻ്റെ ഉമ്മ എവിടേക്കും പോയിട്ടില്ല. എൻ്റെ കൂട്ടുകാരന്മാരെ വീട്ടിലേക്കായാലും എവിടേക്ക് പോയാലും ഞാൻ അറിയാണ്ടോ എൻ്റെ ഉമ്മ അവിടെ നിന്ന് പോവോ? നിങ്ങൾ എൻ്റെ ഉമ്മാനെ വിളിച്ചേ. ഞാൻ നിങ്ങൾ ഒന്നിനും വന്നിട്ടില്ലല്ലോ, ശല്യപ്പെടുത്താനോ ഒന്നിനും വന്നിട്ടില്ല. ഒരു വാടക വീട് റെഡി ആയപ്പോൾ എൻ്റെ ഉമ്മാനെയും കൂട്ടി ഞാൻ അവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മാനെ കൂട്ടാൻ വേണ്ടി വന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയണത് ഇവിടെ ഇല്ല പോയി എന്നൊക്കെ? എൻ്റെ ഉമ്മാനെ വിളിച്ചേ. ഇല്ലാത്ത ഉമ്മാനെ ഞാൻ അവിടെ നിന്ന് വിളിക്കാനടാ. നിന്റെ ഉമ്മ ഒക്കെ വിളിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞില്ലേ? പിന്നെ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് തന്നെ നീ പൂങ്കണ്ണീരും തേങ്ങ വാങ്ങിക്കൊണ്ട് വിളിച്ചിരിക്കണ്ട. ഇന്നാളത്തെ പോലെ കിട്ടണം. അവിടെ നിന്ന് മര്യാദയ്ക്ക് പോയ അവിടെ നിന്ന് ആവശ്യമില്ലാണ്ട് ഓരോ കേസ് പറഞ്ഞിട്ട് വന്നിരിക്കാതെ. ഉമ്മ വിളിച്ചുകൊണ്ട് പോയ അവരോട് പോയി ചോദിക്കേ. വീണ്ടും വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ. ഇത് കണ്ണീര് ഞാൻ കുറെ കണ്ടതാ, പിന്നെ അഭിനയമൊക്കെ. ചെല്ല്, ഇവിടെ ഒന്നുമില്ല ഉമ്മയൊന്നും. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എൻ്റെ ഉമ്മ ഇവിടെ ഇല്ലാന്നാ? ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നെന്നറിയോ? എൻ്റെ ഉമ്മാനെ പൊന്നു പോലെ നോക്കാമെന്ന് ഞാൻ ഇന്നലെ ഉമ്മാക്ക് വാക്ക് കൊടുത്തതാ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഞ്ഞി കുടിച്ചാലും ഞങ്ങൾ ജീവിച്ചോളാം. എൻ്റെ ഉമ്മാനെ താ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണം? അതിന് മാത്രം എൻ്റെ ഉമ്മ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളൊന്ന് മാറുന്ന, ഞാൻ നോക്കാം. നീ എവിടെ കയറി പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക്. ഇനിയും കിട്ടണടി. ചെല്ല്, നിന്റെ ഉമ്മ ഇവിടെ ഇല്ല. ചെല്ല്. ഓണോ ഉമ്മ കൊണ്ട് അന്വേഷിച്ച് വന്നിരിക്കുക. ഞാൻ എന്താ ചെയ്യാ? എൻ്റെ ഉമ്മാനെന്താ ഒരു തരാത്തെ? ആരോട് പോയി ചോദിക്കുക?